പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ട് റോഡ് ഫ്രണ്ടേജ് വരുന്നൊരു വില്ല പ്രോജക്റ്റിനകത്താണ് 4.5 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ആണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ആലുവ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് ഭാഗത്തേക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. തൊട്ടടുത്തായിട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. റോഡ് ഫ്രണ്ടേജിൽ നിന്നൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. BNBC നിലവാരത്തിലുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വില്ല പ്രോജക്റ്റ് വന്നുള്ളത്. അതിൽ രണ്ടാമത്തെ വീടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 5 മീറ്റർ വൈഡ് റോഡാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ടൈല് വിരിക്കാനുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ്. നമുക്ക് നേരെ വീടിൻ്റെ എലിവേഷനിലേക്ക് വരാം. കൊളോണിയൽ ഡിസൈനും കണ്ടംപററി പാറ്റേണും കൂടി മിക്സ് ചെയ്തിട്ടാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്, 4-way ലൈറ്റ് വരുന്നുണ്ട്. ഇനി മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെക്സ്ചർ വർക്കും 4-way ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഒരു ഭാഗത്തായിട്ട് പെബിൾസ് നിറയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഗേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ള ഗേറ്റാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വാഹനം കയറ്റി ഇറക്കാനും ഒക്കെ സാധിക്കുന്നതുമാണ്. നേരെ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരാം. വലിപ്പമുള്ളൊരു വാഹനം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പോർച്ചിനകത്ത് കയറ്റിയിടാവുന്നതാണ്. ടൈലാണ് കൊടുത്തുള്ളത്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കും കൂടി വരാനുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡും ഇത് വരുന്നത് ഈസ്റ്റ് സൈഡുമാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് ഫ്രണ്ടിൽ വരുന്നത്. അവിടെയായിട്ടാണ് വെല്ല് വരുന്നത്. അപ്പോൾ നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ്. വെള്ളത്തിനകത്ത് മോട്ടർ കിടക്കുകയാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നോർത്ത് സൈഡിലൊരു വർക്ക് ഏരിയ ഒക്കെ വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. ഇനി നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഈ ഭാഗത്ത് 2 വാഹനങ്ങൾ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ട് പ്ലാൻസ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 4-way ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയും നടക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറുകയാണ്. സ്റ്റെപ്പ് വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. വീടിൻ്റെ മുഖദർശനം വരുന്നത് കിഴക്കോട്ടും ഡോറിൻ്റെ ഫേസ് വരുന്നത് നോർത്തിലേക്കുമാണ്. അകത്തേക്ക് കയറാം. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത സിംഗിൾ ഡോറ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ലിവിങ്ങിലേക്ക് വന്നു. സൗത്ത് സൈഡ് ഈസ്റ്റ് സൈഡ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. ലിവിങ് സ്പേസ് ആണ് വന്നുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സെറ്റ് ഇടാവുന്നതാണ്. ടീപ്പ കൊടുക്കാവുന്നതാണ്. ഫാസ്റ്റ് സീലിങ്ങിൽ മനോഹരമായിട്ടാണ് ഫാസ്റ്റ് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു വുഡിൻ്റെ ഒരു ടെക്സ്ചർ ലൈനും മേലെ കിട്ടിയിട്ടുണ്ട്. വശങ്ങളിലെല്ലാം ഫാൻസി ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി TV യൂണിറ്റിലേക്ക് വരാം. വലിപ്പമുള്ളൊരു TV നമുക്കിവിടെ ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വുഡിൻ്റെ ടെക്സ്റ്റുള്ളൊരു PVC ലാമിനേഷൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാനുള്ള ബോക്സുകളൊക്കെ കൊടുത്താണ് ഇത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തുള്ളത്. LED ലൈറ്റുകൾ അവിടെയും കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡൈനിങ്ങിലേക്ക് വന്നു. ഇവിടെയായിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാവുന്നതാണ്. ഇതൊരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയയും കൂടിയാണ്. ഇതിൻ്റെ മേലെ ഒരു ഷാൻഡിയർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഭാഗം ഒരു ഭാഗത്ത് പകുതിയായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ കിച്ചണാണ്. കോക്കറി ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം ഷെൽഫുകൾ വേറെയും അവൈലബിൾ ആണ്. ഒരു സൈഡ് ഭംഗിയായിട്ട് പാനൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ വന്നുള്ളത്. ഈ ഭാഗത്തായിട്ട് നാനോ വൈറ്റ് ഗ്രാനൈറ്റിന് മേലെ വൈറ്റ് കളറിലുള്ള വാഷ് ബേസും പ്ലേസ് ചെയ്തിരിക്കുകയാണ്. മിറർ വരുന്നുണ്ട്. വശങ്ങളെല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് താഴെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറുകയാണ്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാം. ഏതൊരു ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നാനോ വൈറ്റ് ആണ്. ഇവിടെ ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. അക്വഗാർഡിൻ്റെ പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെല്ലാം ധാരാളം പവർ പോയിൻറ്റും വന്നിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഈ കോർണറിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. പവർ പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പം ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ളൊരു
കിച്ചണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം നോർത്തിലേക്കാണ്. വർക്ക് ഏരിയ ചെയ്തിരിക്കുകയാണ്. ഫുള്ള് കവേർഡ് ചെയ്തിട്ടുള്ള വർക്ക് ഏരിയ ആണ്. ഇവിടെ ആയിട്ട് സ്ലാബ് വരാനുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു സിങ്കും ഒരു ടാപ്പും കൂടി വരാനുണ്ട്. ഇനി ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാം. കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന വീടിൻ്റെ ബാക്ക് സൈഡാണിത്. ഇവിടെയും സ്പേസ് ഉണ്ട്, നടക്കാനുള്ള സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടച്ചുറപ്പുള്ളൊരു വർക്ക് ഏരിയ നമുക്ക് കിട്ടി. രണ്ട് സൈഡും നമുക്ക് ലോക്ക് ചെയ്യാം. പോളികാർബൺ ഷീറ്റ് ഇട്ടിട്ടാണ് സൈഡ് വശങ്ങളെല്ലാം മറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 14 അടി നീളവും 10 അടി വീതിയിലുമാണ്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ്സ് വന്നുള്ളത്. 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ 2 കളർ വേരിയൻറ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് വെസ്റ്റ് സൈഡാണ് പാനൽ ചെയ്തിട്ടുണ്ട്. അത് സൗത്ത് സൈഡുമാണ്. AC പോയിന്റ് മേലെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് പൊസിഷൻ വരുന്നത് സൗത്തിലേക്ക് വയ്ക്കാവുന്ന രീതിയിലാണ്. ഇവിടെ ഒതുങ്ങി മാറിയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ഫാർ സീലിങ്ങിൻ്റെ വർക്ക് എടുത്തു പറയേണ്ടതാണ്. പ്രൊഫൈൽ LED ലൈറ്റുകളും ഒരു വുഡിൻ്റെ ബീഡിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വാം ലൈറ്റാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, സെറയുടെ ഫിറ്റിങ്സ് ആണ്. ക്ലോസറ്റ് നമുക്ക് നോക്കാം. ക്ലോസറ്റ് വരുന്നതും സെറ തന്നെയാണ്. പിന്നെ ഡൈവേർട്ടർ, ജാഗ്വാറിൻ്റെ ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. റെയിൻ ഷവർ വരുന്നുണ്ട്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിനാണ്. മിറർ, ലൈറ്റ് എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ടൈലിലേക്ക് വരികയാണെങ്കിൽ മാറ്റ് ടൈലാണ്, ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോറാണ് ഇതിന് വന്നുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അത് വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. 12 അടി നീളം വന്നിട്ടുണ്ട്, 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഒതുങ്ങി മാറി 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡാണ്. കയറി പോരുന്ന ഭാഗത്ത് ഒരു കോർണറിലായിട്ട് ഡ്രസ്സിംഗ് ടേബിളും പവർ പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. കയറി വരുമ്പോൾ വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ ജാഗ്വാറിൻ്റെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് മേലെ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കുമാണ്. താഴെ മാറ്റ് ടൈലാണ്. ഭിത്തി ഗ്ലോസി ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ നമുക്ക് 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ് പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ ഈസ്റ്റിലേക്ക് വയ്ക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് വുഡും സ്ക്വയർ ട്യൂബും കൂടിയാണ്. ഇപ്പം ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് സ്റ്റെപ്പും കൊടുത്തിട്ടുള്ളത്. മേലേക്ക് കയറാം. ഇത് ഈസ്റ്റ് സൈഡാണ്. വലിപ്പമുള്ള വിൻഡോസുകളാണ് വന്നുള്ളത്. മേലെ ഫാൾ സീലിംഗിൽ ഭംഗിയായിട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലേക്ക് തന്നെ ആദ്യം വരാം. ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. താഴത്തെ അതേ സ്പേസ് നമുക്ക് മേലെയും കിട്ടിയിട്ടുണ്ട്. പവർ പോയിൻ്റ് ഇവിടെയും വരുന്നുണ്ട്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സോഫ സെറ്റീസ് ഇടാം. TV യൂണിറ്റ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വലിയ TV നമുക്ക് ഇവിടെയും ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഫാൾ സീലിംഗ് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. വലിപ്പമുള്ള വിൻഡോസുകളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് ആദ്യം പോവാം. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ടഫിൻ്റെ ഗ്ലാസ് പ്ലേസ് ചെയ്യാനുണ്ട്. ഫാൾ സീലിംഗിൽ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പം നമ്മൾ 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമിലാണ് വന്നുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒതുങ്ങി മാറിയിട്ടാണ് ഇവിടെ വാർഡ്രോബ്സ് വന്നുള്ളത്. അതിന് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ വന്നിരിക്കുന്നത് എല്ലാം ജാഗ്വാറിൻ്റെ കൊടുത്തു. ബാക്കി ഫിറ്റിങ്സ് എല്ലാം സെറയുടെയും കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കും. ഇനി ഹീറ്ററിൻ്റെ പോയിന്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. റെയിൻ ഷവർ തന്നെയാണ് മേലെ കൊടുത്തുള്ളത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോറും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 4ാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഏകദേശം ഒരു 13.5 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട് ഈ ബെഡ്റൂമിന് നോർത്ത് വെസ്റ്റ് കോർണറിൽ.
പിന്നെ വലിപ്പമുള്ള വാർഡ്രോബ്സ് ആണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഫാൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ പ്രൊഫൈൽ LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടിയാണ്. ഇതിൻ്റെ ഹെഡ് പൊസിഷനും നമുക്ക് ഈസിലേക്ക് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോവാം. യൂട്ടിലിറ്റി സ്പേസ് വന്നിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇതുള്ളത്. വേണമെങ്കിൽ ഇതിനൊരു ഹോം തിയേറ്റർ സ്പേസ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അത്രയും വലിപ്പമുണ്ട് നമുക്ക് ഈ യൂട്ടിലിറ്റി സ്പേസ്. ശരിക്കും യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇതിനെ ഒരു സ്റ്റഡി റൂമെന്നോ അല്ലെങ്കിൽ ഗസ്റ്റ് റൂം എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തുള്ളത്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനും ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു ബാൽക്കണിയാണ്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ടഫൻഡ് ഗ്ലാസ് വരാനുണ്ട്. മേലെ ഫൈബർ ലാമിനേഷൻ വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷിംഗ് ഏരിയയിലേക്ക് വരാം. ഈ ഭാഗത്തായിട്ടാണ് നല്ലൊരു പ്ലാനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാം. അതിൻ്റെ വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ ഇവിടെയായിട്ട് പവർ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാം. നമുക്ക് ഇവിടെ നിന്ന് അലക്കി മേലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ കോൺക്രീറ്റിലാണ് സ്റ്റെപ്പ് കൊടുത്തുള്ളത്. ഹാൻഡിൽ വന്നിട്ടുണ്ട്. റൂഫ് ചെയ്തിട്ടുണ്ട് മേലെ സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. വിശാലമായിട്ടൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ആ സ്പേസ് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസ് കൂടി നമുക്ക് യൂസ് ചെയ്യാം. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കാം. 4.5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. 3 വാഹനങ്ങളോളം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. നല്ല കിണർ വരുന്നുണ്ട്. അതായത് വാട്ടർ സോഴ്സായിട്ട് മെയിനായിട്ട് വരുന്നത് കിണറാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും നമുക്ക് എടുക്കാവുന്നതുമാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 93 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.